ഹലോ ഗൈസ്, എൻ്റെ പേര് ഹൃദ്യ മരിയ സെബാസ്റ്റ്യൻ. ഞാൻ സജലശ്രീ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേഴ്സിംഗ് സയൻസ് ബാഗൽകോട്ടിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കോളേജിൻ്റെ ഒരു ക്യാമ്പസ് ടൂർ ആയിട്ടാട്ടോ ഞാൻ വന്നേക്കുന്നത്. ഞങ്ങളുടെ കോളേജിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട്, എന്തൊക്കെ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് എന്നതിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പം BBVS സംഘ എന്ന് പറയുന്ന ഒരു ട്രസ്റ്റിന്റെ അണ്ടറിൽ വരുന്ന ക്യാമ്പസ് ആട്ടോ ഞങ്ങളുടേത്. 126 ഏക്കറിനുള്ളിൽ 3 കോളേജസ് ആയിട്ടാണ് വരുന്നത്. എസ് നിജലിംഗപ്പ മെഡിക്കൽ കോളേജ്, PMNM ദന്തൽ കോളേജ് ആൻഡ് സജലശ്രീ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേഴ്സിംഗ് സയൻസ്. അപ്പം ഇതിൽ എസ് നിജലിംഗപ്പ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് MBBSന്റെയും, PMNM ദന്തൽ കോളേജ് ദന്തലിന്റെയും, സജലശ്രീ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേഴ്സിംഗ് സയൻസ് ഞങ്ങളുടെ നേഴ്സിംഗ് കോളേജുമാണ്. 1998 സ്ഥാപിതമായ കോളേജാണ് ഞങ്ങളുടേത്. 2019 മുതൽ 2025 വരെയുള്ള രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ ആദ്യത്തെ 10 റാങ്കിൽ 4-5 റാങ്ക് ഞങ്ങളുടെ കോളേജിന് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. 27 വർഷമായിട്ടുള്ള അധ്യാപക അനുഭവമുള്ള കോളേജാണ് ഞങ്ങളുടേത് കേട്ടോ. അപ്പൊ ഞാനിപ്പോൾ നിൽക്കുന്നത് ഞങ്ങളുടെ കോളേജിന്റെ മുൻവശത്തായിട്ടുള്ള ഞങ്ങളുടെ ആർച്ചിന് ഫ്രണ്ട് വശമായിട്ടുള്ള സ്ട്രീറ്റ് വ്യൂ നിങ്ങളെ കാണിക്കാനായിട്ടാണ്. ഞങ്ങളുടെ കോളേജ് മെയിൻ റോഡിനോട് തന്നെ ചേർന്നായിട്ടോ വന്നിരിക്കുന്നത്. അപ്പം ഇതാണ് ഞങ്ങളുടെ മെയിൻ ഗേറ്റ്. അത് കഴിഞ്ഞ് ഞാനിപ്പം നിൽക്കുന്നത് ഞങ്ങളുടെ ക്യാമ്പസിന്റെ വഴിയുടെ അവിടെ ആട്ടോ. അപ്പൊ നമുക്ക് ക്യാമ്പസിലേക്കുള്ള വഴിയാണിത്. അപ്പൊ ഈ വഴി അങ്ങ് ചെന്ന് തീരുന്നത് വേറൊരു എൻട്രൻസിലോട്ടാണ്. അവിടെ നിന്ന് നമുക്ക് ദന്തൽ കോളേജിലോട്ടും MBBSലോട്ടും ഒക്കെ പോകാം. അപ്പൊ അടുത്തതായിട്ട് നമ്മുടെ ക്യാമ്പസിലോട്ട് കയറി വരുമ്പോൾ തന്നെ ആദ്യം കാണുന്ന 2 സ്ഥലമാട്ടോ ഇത്. ഒരു ബ്യൂട്ടി സലൂണും ഉണ്ട്, പിന്നെ അതിനോട് ചേർന്ന് തന്നെ നമുക്കൊരു സ്റ്റിച്ചിങ് സെന്ററും വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾക്ക് തയ്ക്കാനുള്ളതെല്ലാം ഈ സ്റ്റിച്ചിങ് സെന്ററിലാട്ടോ കൊണ്ടുവന്ന് കൊടുക്കും. നമുക്ക് ഓൾട്ടർ ചെയ്യാനായിട്ടുള്ളതും അല്ലാത്തതും എല്ലാം ഇവിടെ തയ്ച്ച് കിട്ടുന്നു കേട്ടോ. അപ്പൊ ഇതിന്റെ താഴെ ഒരു കഫേയും വരുന്നുണ്ട്. 164 ഏക്കർ വിസ്തീർണമുള്ള കോളേജാട്ടോ ഞങ്ങളുടേത്. അപ്പം നമുക്ക് കോളേജ് ക്യാമ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നടന്ന് കാണാനായിട്ട് ഒത്തിരി ഉണ്ട്. ഞാൻ ഇപ്പൊ നിൽക്കുന്നത് ഞങ്ങളുടെ കോളേജിന്റെ ഹോസ്പിറ്റലിലാട്ടോ, HSK ഹോസ്പിറ്റല്. ഇതാട്ടോ ഞങ്ങളുടെ ഹോസ്പിറ്റല്. അപ്പം ഇത് ഹോസ്പിറ്റലിന്റെ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഏരിയ ആട്ടോ. അതായത് ഞങ്ങളുടെ ഹോസ്പിറ്റലിന്റെ മെയിൻ എൻട്രൻസ്. ഈ ഹോസ്പിറ്റൽ ഇങ്ങനെ നീണ്ടു കിടക്കുന്നത് കൊണ്ട് ഇതിന്റെ ഓരോ സൈഡും ഓരോ ഡിപ്പാർട്ട്മെന്റ് ആട്ടോ. ഇതിന്റെ അപ്പുറത്തെ സൈഡിലായിട്ടായിട്ട് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റും എല്ലാം വരുന്നുണ്ട്. ഇതാണ് ഹോസ്പിറ്റലിന്റെ മെയിൻ എൻട്രൻസ്. ഇതാണ് ഞങ്ങളുടെ എസ് നിജലിംഗപ്പ മെഡിക്കൽ കോളേജ്. നമ്മുടെ MBBS സ്റ്റുഡൻസിന്റെ കോളേജാണ് ഇത്. നമ്മുടെ കോളേജിനോട് തന്നെ ചേർന്നിരിക്കുന്നതാണ്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ BBVS സംഘ ട്രസ്റ്റിന്റെ അണ്ടറിൽ വരുന്നതാട്ടോ. 27 വർഷമായിട്ടുള്ള അധ്യാപന അനുഭവമുള്ള കോളേജാണ് ഞങ്ങളുടേത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2019 തൊട്ട് 2025 വരെ കാലയളവിലുള്ള നമ്മുടെ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ ആദ്യത്തെ 10 റാങ്കിൽ 4-5 റാങ്ക് ഞങ്ങളുടെ കോളേജിനാട്ടോ. ഇത് നമ്മുടെ എസ് നിജലിംഗപ്പ മെഡിക്കൽ കോളേജിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക്. ഇതും നമ്മളുടെ നിജലിംഗപ്പ മെഡിക്കൽ കോളേജിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഭാഗമാട്ടോ. ഇതാണ് ഞങ്ങളുടെ HSK സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റല്. നമ്മുടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ ട്രീറ്റ്മെന്റും ലഭിക്കുന്ന ഹോസ്പിറ്റലാണ് ഇത്. ഇതും നമ്മുടെ കോളേജിന്റെ ക്യാമ്പസിനുള്ളിൽ തന്നെ വരുന്ന ഭാഗമാട്ടോ. ഇതാണ് നമ്മുടെ PMNM ദന്തൽ കോളേജ്. ഇത് നമ്മുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിനോട് ചേർന്നിട്ട് വരുന്നൊരു ഭാഗമാട്ടോ. പിന്നെ ഇത് നമ്മുടെ സ്വിമ്മിംഗ് പൂളാണ് ഞങ്ങളുടെ കോളേജിന്റെ. അപ്പൊ നമുക്ക് വെക്കേഷൻ ടൈമിൽ അല്ലെങ്കിൽ നമുക്ക് ലീവ് ഒക്കെ ഉള്ള ടൈമിൽ ക്ലാസ് ഇല്ലാത്തപ്പോൾ നമ്മളിവിടെ വന്ന് സ്വിം ചെയ്യാറുണ്ട്. അപ്പൊ ഇതും നമ്മുടെ നേഴ്സിംഗ് കോളേജിനും MBBSനും എല്ലാം കൂടെ കോമൺ ആയിട്ടുള്ള ഇതാണ് കേട്ടോ നമ്മുടെ OBG ഡിപ്പാർട്ട്മെന്റ്. നമ്മുടെ SSK ഹോസ്പിറ്റലിന്റെ തന്നെ കീഴിൽ വരുന്ന ഭാഗമായിട്ട് OBG. ഇത് നമ്മുടെ ഹോസ്പിറ്റൽ ഇങ്ങനെ നീണ്ടു കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റും ഇങ്ങനെ ഓരോ സൈഡിലായിട്ടായിട്ടോ വരുന്നത്. ഇത് നമ്മുടെ OBGയുടെ ആ ഒരു ഏരിയ കേട്ടോ. ഹോസ്പിറ്റലിൽ നമുക്കിപ്പം ഒരു സൈഡിൽ നിന്ന് തന്നെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ ഹോസ്പിറ്റലിനകത്തോടെ തന്നെ ഈ ഡിപ്പാർട്ട്മെന്റ് വഴി പോകാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ നമ്മുടെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഇതാണ് നമ്മുടെ ഹോസ്പിറ്റലിന്റെ തന്നെ ഒരു ഭാഗമാട്ടോ. ഇത് HSK ഹോസ്പിറ്റലിന്റെ ഒരു സൈഡ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റും ഉണ്ട്, അപ്പുറത്തെ സൈഡിൽ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റും ഉണ്ട്. ഇത് നമ്മുടെ കോളേജിനോട് ചേർന്ന് തന്നെ ഇരിക്കുന്ന സ്ഥലമാട്ടോ. ആ കാണുന്ന അവിടെ ആയിട്ടാണ് നമ്മുടെ കോളേജ് വരുന്നത്. ഇത് നമ്മുടെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. നമ്മൾ ഡ്യൂട്ടിക്കൊക്കെ ഇടുമ്പം നമ്മൾ വരുന്ന സ്ഥലമാട്ടോ ഇവിടെ. അപ്പോ ഇതാട്ടോ ഞങ്ങളുടെ ഹോസ്റ്റല്. നമ്മുടെ ഹോസ്റ്റലിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ കോളേജ് വന്നിരിക്കുന്നത് കേട്ടോ.
നമ്മുടെ ഹോസ്റ്റലിന്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് നമ്മുടെ നേഴ്സിംഗ് കോളേജ്. ഇതാണ് അപ്പൊ നമ്മുടെ നേഴ്സിംഗ് ഹോസ്റ്റൽ. അപ്പൊ ഇതാണ് നമ്മുടെ ഷോപ്പിംഗ് കോംപ്ലക്സ്. ഇത് നമ്മുടെ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്. ഇതിന്റെ താഴെ ഒരു ആക്സിസ് ബാങ്കും ഒക്കെയാണ് കേട്ടോ. അവിടെ ബാങ്കിന്റെ ഫെസിലിറ്റി ഉണ്ട്. ഇതാട്ടോ ഞങ്ങളുടെ ഐസ്ക്രീം. മിക്ക എല്ലാ സംഭവങ്ങളും നമുക്ക് അവൈലബിൾ ആട്ടോ. ആൻഡ് അത് നമ്മുടെ തോഷ്നിവാല. ഇതൊരു സൂപ്പർ മാർക്കറ്റ് ആണ്. നമുക്ക് ഹോസ്റ്റലിലോട്ടാണെങ്കിലും നമുക്ക് കുക്ക് ചെയ്യാനായിട്ടാണെങ്കിലും ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും ഈ പറഞ്ഞ സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആട്ടോ. ഇത് നമ്മുടെ സിറോക്സ്. ഇവിടെ നമ്മൾ അത്യാവശ്യം നമ്മുടെ കോളേജിലേക്ക് വേണ്ട കാര്യങ്ങളും നമ്മുടെ എന്തുണ്ടെങ്കിലും നമ്മൾ പ്രിന്റ് എടുക്കാനായിട്ടൊക്കെ വരുന്നത് ഈ സിറോക്സിലാട്ടോ. അഫോർഡബിൾ റേറ്റിൽ നമുക്ക് എല്ലാത്തിനും കിട്ടും. നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയുടെ പ്രിന്റ് എല്ലാം കിട്ടും അവിടെ. നമ്മൾ അത്യാവശ്യം നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മുടെ ക്യാമ്പസിനകത്തുണ്ടെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് ഒന്നിനു വേണ്ടി പുറത്തോട്ട് പോയിട്ട് മേടിക്കണം എന്നുള്ളൊരു നിർബന്ധം ഇതിൽ വരുന്നില്ല. ഇതാട്ടോ നമ്മുടെ BBBS ക്യാൻറ്റീന്. നമുക്ക് അത്യാവശ്യം വേണ്ട ഫുഡൊക്കെ ലൈക്ക് റെസ്റ്റോറന്റ് ആട്ടോ. നമുക്ക് ഫുഡൊക്കെ വേണമെങ്കിൽ ഇവിടെ വന്ന് കഴിക്കാം. വെജിറ്റേറിയൻ ആണ്. നമ്മുടെ കോളേജ് തന്നെ ഒരു ബ്രാഹ്മിൻസിന്റെ ആയതുകൊണ്ട് ഇവിടെ കിട്ടുന്നതെല്ലാം വെജിറ്റേറിയൻ ആണ് കേട്ടോ. ഇതാണ് നമ്മുടെ BBBS ക്യാൻറ്റീൻ. ഹലോ ഗൈസ്, അപ്പൊ ഇതാണ് ഞങ്ങളുടെ നേഴ്സിംഗ് കോളേജ്, സത്യനശ്രീ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേഴ്സിംഗ് സയൻസ് ബാഗൽകോട്ട്. 1998 സ്ഥാപിതമായ കോളേജാണ് ഞങ്ങളുടെ കോളേജ്. നേഴ്സിംഗ് PhDയിലെ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ 4 കോളേജിന് അംഗീകാരം കിട്ടിയിട്ടുണ്ട്. അതിലൊരു കോളേജാണ് നമ്മുടെ സത്യനശ്രീ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേഴ്സിംഗ് സയൻസ്. 2025 INC പ്രസിദ്ധീകരിച്ചതിൽ 300 സീറ്റ് നേഴ്സിംഗിന് കിട്ടിയ ഒരേ ഒരു കോളേജ് നമ്മുടെ കോളേജാട്ടോ. നമ്മുടെ സജ്ജലശ്രീ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേഴ്സിംഗ് സയൻസ് കോളേജിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ സിമുലേഷൻ സെന്റർ വന്നിരിക്കുന്നത്. ആ കാണുന്നതാണ് നമ്മുടെ സിമുലേഷൻ സെന്റർ. അങ്ങനെ ഇതാണ് നമ്മുടെ സിമുലേഷൻ സെന്റർ, നാഷണൽ സിമുലേഷൻ സെന്റർ. ആൻഡ് ഇതും നമ്മുടെ സജ്ജലശ്രീ ഇൻസ്റ്റിറ്റ്യൂഷന്റെ അണ്ടറിൽ വരുന്നതാണ്, നമ്മുടെ BBBS സംഘടനയും. ഇത് നമ്മുടെ കഴിഞ്ഞ വർഷം 2025 ഇനാഗ്രേറ്റ് ചെയ്തത്. ഇന്ത്യയിലെ 2ാമത്തെ സിമുലേഷൻ സെന്റർ ഉള്ളത് നമ്മുടെ കോളേജിൽ തന്നെയാണ്. അപ്പം നമ്മുടെ സിമുലേഷൻ ലാബിന്റെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മനുഷ്യന്മാരിൽ കാണിക്കുന്ന സിമുലേഷൻസ് ഇവിടുത്തെ ഡമ്മീസിൽ ഉണ്ടാവും. നമ്മുടെ റെസ്പിറേഷൻ, പൾസ്, കപ്പ് നമ്മൾ ചുമക്കുന്നതും എല്ലാം ഇവിടുത്തെ ഡമ്മികളുണ്ട്. നമ്മൾ ചെയ്യുന്ന പ്രാക്ടീസ് ഒരു മനുഷ്യന്മാരിൽ ചെയ്യുന്നത് പോലെ പ്രോഗ്രാം ചെയ്ത് ഇവിടുത്തെ ഡമ്മീസിലുണ്ട്. അപ്പം നമുക്ക് മനുഷ്യന്മാരിൽ ചെയ്യുന്നത് പോലെ തന്നെ ഇവിടുത്തെ ഡമ്മീസിൽ നമുക്ക് നമ്മുടെ പ്രാക്ടിക്കൽസ് ഒക്കെ ചെയ്യാൻ പറ്റും.